ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1531 ദിവസമായ ഇന്ന് 2025 ജൂലൈ മാസം 24 വ്യാഴാഴ്ച, 1200 ആണ്ട് കർക്കിടക മാസം 8 ഗുരുവചനങ്ങളിലൂടെ ദൈവികമായ സൽക്കർമ്മങ്ങളെയും പിതൃകർമാദികളെയും ഒരിക്കലും ചെയ്യാതിരിക്കരുത്. ഗുരുക്കന്മാരെയും പിതാക്കളെയും അതിഥികളെയും ദൈവമെന്ന പോലെ ആചരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ വചനവും മൗനവും എന്ന് വിവരിക്കുന്നതിൻ്റെ 13-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. നീതിക്ക് കണ്ണില്ലെന്ന് പറഞ്ഞു പോരാറുണ്ട്. എന്നാൽ ബാഹ്യവശം മാത്രം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പരാമർശമാണത്. പരമമായ നീതിയുടെ മുഴുവൻ അവലംബവും ന്യായദീക്ഷയെപ്പറ്റിയുള്ള ധ്യാനാത്മകമായൊരു ആന്തരിക ചക്ഷുസാണ്. അതിൻ്റെ നിഷ്പക്ഷത കണക്കുകൂട്ടിയെടുക്കാവുന്നതോ അളന്നറിയിക്കാവുന്നതോ ആയൊരു സമഭാവനയല്ല. ഇത്തരത്തിലാണ് ഈ ജ്ഞാനവചസ് രാഷ്ട്രീയത്തിൻ്റെ അന്തർധാരയിൽ ഇരുന്നു കൊണ്ട് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി, ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി എന്നിങ്ങനെയുള്ള ആദർശവാക്യങ്ങൾക്ക് ആന്തരികാർത്ഥം നൽകുന്നത്. ഈ ആദർശവാക്യങ്ങളിലെല്ലാം ജ്ഞാനമന്ത്രത്തിൻ്റെ പൊരുൾ തിങ്ങി വിങ്ങുന്നുണ്ട്. സാഹിത്യത്തിലെയും കലയിലെയും രസാത്മകതയും മറ്റൊന്നുമല്ല. യോഗികളുടെ സമഗ്രമായ അനുഭൂതിയിൽ ഒരു മഹത്താം അറിവിൻ്റെ അകവും പുറവും തിങ്ങുന്ന സ്വയം പ്രകാശമായി വർത്തിക്കുന്നതും ഇതേ ജ്ഞാനവചസ് തന്നെ. ഒരു 10,000 ആതിഥേയരൊന്നായി വരുவது പോലെ ഉണ്ടാകുന്ന വിവേകവൃത്തി ഉളവാക്കുന്ന അത്യാശ്ചര്യകരമായ അഖണ്ഡ അനുഭൂതിയും ഇതേ വചനത്തിൻ്റെ രഹസ്യം തന്നെയാണ്. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.